ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ദുബായ് യാത്രയുടെ മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് അറ്റ്ലാന്റിസ് അക്വഞ്ചർ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലാണ്. അറ്റ്ലാന്റിസ് അക്വഞ്ചറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഈ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് അറ്റ്ലാന്റിസ് അക്വഞ്ചറിൻ്റെ വാട്ടർ തീം പാർക്കും അതുപോലെ തന്നെ ഹോട്ടലും കാര്യങ്ങളൊക്കെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ മെട്രോ സ്റ്റേഷനിൽ ഞങ്ങൾ വന്നത് പാം ജുമേരയിലേക്ക് പോകാൻ വേണ്ടിയാണ്. രാവിലെ നമ്മൾ മെട്രോ ട്രെയിനും ട്രാംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇവിടുന്ന് ഒരു പ്രത്യേക സംവിധാനമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. മോണോറെയിൽ എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് മെട്രോ ട്രെയിൻ ഉപയോഗിച്ചിരിക്കുന്ന ടിക്കറ്റോ കാര്യങ്ങളൊന്നും മോണോറെയിൽ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇവിടുന്ന് നമുക്ക് പാം ജുമേരയിൽ നിന്ന് അറ്റ്ലാന്റിസ് അക്വഞ്ചറിലേക്കും അറ്റ്ലാന്റിസ് അക്വഞ്ചറിൽ നിന്ന് പാം ജുമേരയിലേക്ക് മാത്രമാണ് മോണോറെയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരാൾക്ക് 20 ദിർഹംസാണ് ചാർജ് ഈടാക്കുന്നത്. എല്ലാ 10 മിനിറ്റിലും 15 മിനിറ്റിലും 2 സ്ഥലത്തേക്കുള്ള യാത്രക്കാരെ കൊണ്ടുപോകാനായിട്ട് ഈ ട്രെയിൻ സംവിധാനം വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ട്രെയിനും കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുകയാണ്. നമ്മൾ അറ്റ്ലാന്റിസ് അക്വഞ്ചറിൽ നിന്ന് പാം ജുമേരയിലേക്ക് പോകാൻ പോവുകയാണ്. എന്തായാലും മോണോറെയിലിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ കൂടെ കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ മോണോറെയിൽ വെച്ചിട്ട് ഒരു റൊമാനിയൻ കാരണം പരിചയപ്പെട്ടു. വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? Farid. Yeah, he's also okay for visit. 12 ദിവസത്തെ വിസിറ്റിന് വേണ്ടി ദുബായിൽ വന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മോണോറെയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അറ്റ്ലാന്റിസ് അക്വഞ്ചറിൽ നിന്ന് പാം ജുമേരയിലേക്ക് ഏകദേശം 15 മിനിറ്റത്തെ യാത്രയാണുള്ളത്. ഒരുപാട് സ്വദേശികളെയും വിദേശികളൊക്കെ ഈ യാത്രയിൽ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. എന്തായാലും മനോഹരമായ ഒരു യാത്ര തന്നെയാണ്. കടലിന് നടുക്കൂടെയുള്ള പാലത്തിൽ കൂടെ 2 സ്ഥലങ്ങളിലെയും ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ച് മനോഹരതയൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാൻ സാധിക്കുകയാണ്. എന്തായാലും ഈ പോകുന്ന സമയത്ത് തന്നെ പാം ജുമേരയിൽ നിന്ന് അറ്റ്ലാന്റിസ് അക്വഞ്ചറിലേക്കുള്ള ഒരു ട്രെയിനെ നമ്മൾ ഫേസ് ചെയ്യാൻ സാധിച്ചു. അത് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല, പെട്ടെന്ന് തന്നെ അത് പാസ് ചെയ്ത് പോയി. എന്തായാലും ഒരു കടലിൻ്റെ നടുക്കൂടെയുള്ളൊരു പാലത്തിൽ കൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇതിന് ഈ മോണോറെയിലിൻ്റെ ഒരു പ്രത്യേക പാത തന്നെയാണ്. ഈ പാം ജുമേരയിൽ നിന്ന് അറ്റ്ലാന്റിസ് അക്വഞ്ചറിലേക്കും അറ്റ്ലാന്റിസ് അക്വഞ്ചറിൽ നിന്നും പാം ജുമേരയിലേക്ക് മാത്രമാണ് ഈ മോണോറെയിൽ എന്ന് പറയുന്ന സംവിധാനമുള്ളൂ. ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായിട്ടാണ് UAE ആണ് ഈ മെട്രോ ട്രെയിനും അതുപോലെ തന്നെ മോണോറെയിലും ഈ ട്രാംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. മറ്റൊരു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മാത്രമാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായിട്ടാണ് UAE ഈ ഇങ്ങനൊരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. എന്തായാലും ഈ ഒരു മനോഹരമായ സംവിധാനമാണ് ഉള്ളത്. ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് എത്തിച്ചേരുവാനും റോഡ് വഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കുവാനും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് നല്ലത് തന്നെയാണ്. ട്രാഫിക്കും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ മനോഹരമായ ഒരു ദൃശ്യങ്ങളാണ് നമുക്കിത് പോകുമ്പോൾ തന്നെ കാണാൻ കഴിയും. 2 സൈഡും ബിൽഡിങ്ങുകളും കടലുകളും വലിയ വലിയ ആകാശത്തോളം മുട്ടി നിൽക്കുന്ന വലിയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഹൈറൈസ്ഡ് ബിൽഡിങ്ങൊക്കെ നമുക്ക് ഈ ഒരു പാതയിൽ കൂടെ അല്ലെങ്കിൽ മോണോറെയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും നമ്മളെ ജീവിതത്തിലൊക്കെ വലിയൊരു അനുഭവം തന്നെയാണ്, വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.